ഹായ്, എൻ്റെത് ഒരു ലവ് മാരേജ് ആയിരുന്നു. ഒരുപാട് വികാര പ്രക്ഷോഭണങ്ങൾക്കൊടുവിൽ എൻ്റെ മുഴുവൻ കുടുംബക്കാരുടെയും വിയോജിപ്പിൽ വിവാഹം കഴിച്ച ഒരാളാണ് ഞാൻ. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം തന്നെ എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു. 3-4 മാസത്തേക്ക് വീട്ടിൽ തന്നെ എത്തി, ഒരിടത്തും വിട്ടില്ല, പഠിത്തമൊക്കെ നിർത്തി. പിന്നെ 10-17 വയസ്സ് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോൾ, എൻ്റെ അച്ഛൻ്റെ കുറെ കൂടെ പിറപ്പുകളുണ്ട്, പെങ്ങന്മാർ, 3-4 പെങ്ങന്മാർ, അനിയന്മാർ, ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച് എന്തോ ഒരു വലിയ സംഭവം, ഒരു മഹാപരാധം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് വീട്ടിലൊരു വലിയ ചർച്ച നടത്തി. എന്നെ കൊണ്ടുപോകാത്ത അമ്പലങ്ങളില്ല, നടത്താത്ത വഴിപാടുകളില്ല. എനിക്ക് തന്നെ തോന്നി ഞാൻ എന്തോ ഭയങ്കരമായൊരു കുഴപ്പം ഒപ്പിച്ചു വീട്ടിലെന്ന്. ശരിക്കും 99% പാരൻസും ടീനേജിൽ ഒരു കുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ ഇത്രയും ഉണ്ടാക്കിയില്ലെങ്കിലും ഉറപ്പായിട്ടും വീട്ടിൽ വഴക്കുണ്ടാക്കും. മറിച്ച് ഇങ്ങനെ അല്ല അവർ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വർഷത്തിനിപ്പുറം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം ഞാൻ ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഈ കല്യാണമേ കഴിക്കില്ലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷമായി. അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം, നമ്മൾ ഈ ടീനേജിൽ കുട്ടികൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിനെ ആ ഒരു സെൻസിലെടുക്കുക. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പഠിത്തമാണ് കേട്ടോ ഇപ്പോൾ പ്രധാനം, ഇതൊന്നും വലിയ കാര്യമല്ല, വിട്ട് കളഞ്ഞേക്കുക കേട്ടോ എന്ന് ചിരിച്ച് പറഞ്ഞ് വിട്ടുകളയടാ ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ തന്നെ ഇതെന്തിനാണ്, ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ ഉള്ളൂ, കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടുപോകും എന്ന ആറ്റിറ്റ്യൂഡിലെത്തും. പാരൻസ് അങ്ങനെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവരുടെ പഠിത്തത്തെ ഇത് ബാധിക്കുമോ, അവരുടെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് വീട്ടിൽ മാതാപിതാക്കൾ ഇതൊരു വലിയ പ്രക്ഷോഭമാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഇതാണ് ലൈഫിൽ അൾട്ടിമേറ്റ്, എൻ്റെ ലൈഫിൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് പിള്ളേർ തന്നെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച ഒരാളാണ് ഞാൻ. കാരണം ഇത്ര വർഷത്തെ ഇപ്പുറം ഞാൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്? ഇതൊന്നും അത്ര വലിയ കാര്യമായിരുന്നില്ല. അവരിത് അത്രയും പ്രശ്നമാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. നമ്മുടെയൊക്കെ മക്കൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ആദ്യം വന്ന് പറയാൻ പറ്റിയ ഒരിടമായിരിക്കണം നമ്മൾ. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ്. ആ സ്നേഹവും ബഹുമാനവും കാരണം അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ഉണ്ടായപ്പോൾ പക്ഷേ എനിക്ക് അവരോട് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്, എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരരുത്. ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ് ആ സ്നേഹത്തിൽ നമ്മൾ മക്കൾക്കിടയിൽ കൊണ്ടുവരണം. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം വന്ന് പറയാൻ നമുക്ക് പറ്റണം.